നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലം. അത് വിശാഖം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത്. മറ്റ് നക്ഷത്രക്കാരുടെ വിഷുഫലം ഞാൻ എൻ്റെ തന്നെ ചാനലിൽ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിത്തിര കഴിഞ്ഞ് വിശാഖം നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ചിത്തിര നക്ഷത്രവും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രവും അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. വിഷുഫലം എങ്ങനെയാണ് വിഷുഫലം ഉണ്ടാവുന്നത്? 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അന്നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 അല്ല, ഏപ്രിൽ 15 വിഷു ആഘോഷിക്കുന്നത്. കാരണം അന്ന് സൂര്യോദയത്തിന് ശേഷമാണ്, അതായത് രാവിലെ 9 മണിക്കാണ് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതുകൊണ്ടാണത്. അപ്പോ പഞ്ചാംഗ വിധിപ്രകാരം സൂര്യന്റെ രാശി സംക്രമണം അനുസരിച്ച് ഉള്ള ആ സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് ആണ് വിഷുഫലം പറയുന്നത്. ആ വിഷുഫലത്തെ പഞ്ചാംഗ വിധിപ്രകാരം നക്ഷത്രങ്ങളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളെന്നും മറ്റൊന്ന് ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങളായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ശൂലത്തിൽ തന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിങ്ങനെയും ഷഡ്ഗത്തിലെ ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഇതില് ആദ്യത്തെ ശൂലത്തിൽ വരുന്ന ആദ്യത്തെ 9 നക്ഷത്രങ്ങൾ, ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രങ്ങൾ, 9 നക്ഷത്രങ്ങൾക്ക് വിഷുഫലമായി കാര്യമായ ഗുണങ്ങൾ കിട്ടില്ല ഈ വിഷുഫലം. എന്നാൽ ബാക്കി 18 നക്ഷത്രക്കാർ, അവർ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രക്കാർ, അവർക്ക് ഈ വിഷുഫലം, ഈ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് അവർക്ക് ഈ വിഷുഫലം വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനെ രണ്ടും രണ്ടായിട്ട് വേർതിരിച്ചാണ് പഞ്ചാംഗ വിധിപ്രകാരം ഈ വിഷുഫലം പറയുന്നത്. എല്ലാ 27 നക്ഷത്രക്കാർക്കും ഗുണം കിട്ടിയെന്ന് വരില്ല. കുറച്ചു പേർക്ക് അതിന്റെ ദോഷാനുഭവങ്ങൾ ഉണ്ടാവും, ചിലർക്ക് ഗുണാനുഭവങ്ങളും ഉണ്ടാവും. എന്നാൽ ഇവിടെ കൂടുതൽ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ചിത്തിര നക്ഷത്രവും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രവും അന്ത്യശൂലത്തിലാണ് വരുന്നത്. അതത്ര ഗുണകരമല്ല. അപ്പൊ നമ്മളുടെ ഈ വീഡിയോ വിശാഖം നക്ഷത്രത്തെ പറ്റിയുള്ള വീഡിയോ. വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഈ വിഷുഫലം ഈ വിശാഖം നക്ഷത്രക്കാർക്ക് ആയുധം കൊണ്ടും പശു, പക്ഷി മുതലായവ നിമിത്തമായും ദേഹത്തിൽ മുറിവുണ്ടാവുകയും രോഗങ്ങളും ആപത്തുകളും
ഈ വിഷുഫലമായി വന്നു ചേരാവുന്നതായി നമ്മൾക്ക് കാണാം. അതായത് ഈ വിഷുഫലമായിട്ട് ഇവർക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണം ഉണ്ടായിന്ന് വരില്ല. വെറുതെ എന്തെങ്കിലും നിങ്ങളോട് വല്ല ഇങ്ങനെ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണമാണ്, എല്ലാവർക്കും ഐശ്വര്യം വന്നു ചേരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ എൻ്റെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ വിശാഖ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട, വിഷുഫലമായിട്ട് ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതൊന്ന് ഇവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ആയുധം കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് വളരെ സൂക്ഷിക്കണം. അതുകൂടാതെ തന്നെ യന്ത്ര സാമഗ്രികളുമായി ഇടപഴകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ഇത് നിമിത്തം, യന്ത്രങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ ആയുധങ്ങൾ നിമിത്തമോ ശരീരത്തിൽ മുറിവുണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഈ സമയം, ഈ വിഷുഫലമായിട്ട്. ഇത് കൂടാതെ വളർത്തു മൃഗങ്ങളുമായി ഇടപെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഈ നക്ഷത്രക്കാർ വളർത്തു മൃഗങ്ങളുമായി, ഒരു വീട്ടിലുണ്ടാവുമല്ലോ വളർത്തു മൃഗങ്ങൾ ഇല്ലേ? അപ്പൊ വളർത്തു മൃഗങ്ങളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ ഒന്ന് സൂക്ഷിക്കേണ്ടത് വളരെ നല്ലതാണ്. നമ്മൾ വളരെ ഓമനയായിട്ട് വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ച് എന്ന് വരും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ വളർത്തു മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുമെന്ന്. അപ്പോൾ നമ്മളുടെ ഈ സമയം വെച്ച് നോക്കുമ്പോൾ ഈ വളർത്തു മൃഗങ്ങൾ പോലും, നമ്മൾ അരുമയായി ഓമനിച്ച് വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾക്ക് എതിരായി നിന്ന് എന്ന് വരും. അത് ഒന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പശുക്കൾ, പക്ഷികൾ, ഇതെല്ലാം വളരെ സൂക്ഷിക്കേണ്ടതാണ്. പല കാര്യങ്ങളും ഇവർക്ക് ഉദ്ദേശിച്ച പോലെ നടന്ന് എന്ന് വരില്ല. ഈ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് നടക്കും എന്ന് വിചാരിച്ചിരുന്ന കാര്യം പോലും, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ ചെന്നാൽ ഉടനെ തന്നെ ആ കാര്യം അങ്ങോട്ട് നടക്കും എന്ന് വിചാരിച്ചു പോയാൽ ചിലപ്പോൾ ആ വിചാരിക്കുന്നത് പോലെ ആ കാര്യം നടന്നില്ല എന്ന് വരും. നമ്മൾ ഈ നക്ഷത്രക്കാരോട് അടുത്ത് പെരുമാറുന്നവർ പോലും ചിലപ്പോൾ ഇവരോട് വിമുഖത കാണിക്കുകയും ചിലപ്പോൾ അവർ ശത്രുക്കളായി മാറുകയും ചെയ്യും. ഇവരുടെ ശത്രുക്കളായി മാറാനും സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യകാര്യത്തിലും ഇവർക്ക് മോശാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗങ്ങൾ ഇവർക്ക് പെട്ടെന്ന് പിടിപെടാൻ സാധ്യത കൂടുതലാണ്. ഈ വിഷുഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. ധനപരമായി പല സമയങ്ങളിലും ഇവർ ക്ലേശിക്കേണ്ട അവസ്ഥ വരും. ധനപരമായി പോലും, അതായത് ധനപരമായി നമ്മൾക്ക് വളരെയധികം കാശ് തന്നെ കയ്യിലുണ്ടെങ്കിലും ചില സമയത്ത് അത് വേണ്ട വിധത്തിൽ ഉപകരിക്കാതെ പോകേണ്ട സമയങ്ങളും ചിലപ്പോൾ വന്നു ചേരാം. അതുകൊണ്ടാണ്
വിശാഖം നക്ഷത്രത്തിന്റെ അധിപനാരാണ്? അത് വേഴമാണ്, വേഴഗ്രഹമാണ്. അപ്പൊ വേഴഗ്രഹം ആരാണ്? ഞാൻ നേരത്തെ ധനകാര്യത്തെ പറ്റി പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇവരുടെ അധിപൻ വേഴമാണ്. വേഴം എന്ന് പറഞ്ഞ ഗ്രഹം ധനകാരകനാണ്, ധനത്തിന്റെ കാരകത്വമുള്ള ആളും കൂടിയാണ്. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ച് ധനപരമായി ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യത വിഷുഫലമായി വന്നു ചേരുന്നതാണ്. ദോഷഫലങ്ങളുടെ അതോടൊപ്പം തന്നെ ഈ ദോഷഫലങ്ങളുടെ തീവ്രത ഒന്ന് കുറക്കാൻ, അല്ലെങ്കിൽ ഈ വിഷുഫലമായി ഉണ്ടാവുന്ന ഇതിന്റെ ദോഷഫലങ്ങളുടെ ആ പ്രയാസങ്ങളും ക്ലേശങ്ങളും ഒന്ന് കുറക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വേഴഗ്രഹത്തിനും അതേപോലെ മറ്റ് ദേവതമാർക്കും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും മുക്തി നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഈ വിശാഖ നക്ഷത്രക്കാരുടെ അധിപൻ വേഴമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വേഴഗ്രഹം. അപ്പൊ വേഴഗ്രഹത്തിന്റെ ദേവനാരാണ്? കൃഷ്ണൻ, മഹാവിഷ്ണു. ഇതെല്ലാം വേഴഗ്രഹത്തിന്റെ അധിപന്മാരാണ്. അപ്പോൾ ഇവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണനോ മഹാവിഷ്ണുവിനോ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കൃഷ്ണന് വേണമെങ്കിൽ വെണ്ണ നിവേദിക്കാം, തുളസിമാല ചാർത്താം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയോ നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇതേപോലെ തന്നെ മഹാവിഷ്ണുവിനും ചെയ്യാവുന്നതാണ്. ആരോഗ്യപരമായ ക്ലേശങ്ങൾക്ക് ശിവനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റ് ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ പ്രാർത്ഥിക്കാം. എന്നാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് രോഗത്തിന്റെ തീവ്രത കുറക്കാനും രോഗത്തിൽ നിന്നും മുക്തി നേടാനും സഹായിക്കുന്നതാണ് ഈ വഴിപാടുകൾ. അതുകൂടാതെ ഇവരുടെ പക്കപ്പിറന്നാളിന്റെ അന്ന്, അതായത് ഈ വിശാഖ നക്ഷത്രത്തിന്റെ അന്ന്, ഓരോ മാസത്തിലും വിശാഖ നക്ഷത്രക്കാർ വരുമല്ലോ, അല്ല വിശാഖ നക്ഷത്രങ്ങൾ വരുമല്ലോ. അപ്പൊ ആ വിശാഖ നക്ഷത്രത്തിന്റെ അന്ന് നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്. അപ്പൊ വേഴത്തിന്റെ ആനുകൂല്യം മാത്രമല്ല, നമുക്കെതിരായിട്ട് ഏതെങ്കിലും ഗ്രഹങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ ആ ഗ്രഹത്തിന്റെ ആനുകൂല്യങ്ങൾ കൂടി നമ്മളിലേക്ക് വരാൻ വേണ്ടിയാണ് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താൻ പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അതിന്റെ ആ തീവ്രത ഒന്ന് കുറഞ്ഞു കിട്ടാൻ സഹായിക്കും. ഞാൻ ഈ പറയുന്നത് പൊതുഫലമാണ്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പൊ ജാതകത്തിൽ ഇത് പൊതുവായ കാര്യമാണ്. അപ്പൊ ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല സമയമാണെങ്കിൽ, അതായത് നല്ല ദശയാണെങ്കിൽ, ആ ദശാനാഥൻ നല്ലതാണെങ്കിൽ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപഹാരം നല്ലതാണെങ്കിൽ, അപഹാരനാഥൻ നല്ലതാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ദോഷത്തിന്റെ ഈ വിഷുഫലമായി ഉണ്ടാവുന്ന ദോഷത്തിന്റെ തീവ്രത കുറയുകയും ഇത് നിങ്ങൾക്ക് ഈ ദോഷങ്ങൾ ഏൽക്കാതെ വരികയും ചെയ്യും. അപ്പൊ നല്ല സമയമാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ, അതായത് അനുകൂല സമയമാണെങ്കിൽ, ഈ ദോഷങ്ങളൊന്നും കാര്യമായി നിങ്ങളെ ബാധിക്കുന്നതല്ല. അതെല്ലാം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും.
ഇത് വിശ്വാസപരമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അവിശ്വാസികൾ ഇത് വിശ്വസിക്കണ്ട. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം. കാരണം നമ്മൾ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും, എല്ലാ നക്ഷത്രക്കാർക്കും വിഷുഫലമായിട്ട് ഇങ്ങനെ ഐശ്വര്യങ്ങൾ കുമിഞ്ഞുകൂടി വന്നു ചേരുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയും. അത് ചിലർക്ക് ദഹിച്ചില്ല എന്ന് വരും. അവർ ഉടനെ എനിക്കിട്ട് എന്നെ ചീത്ത പറയുകയും ചെയ്യും. ഇയാൾ എവിടുത്തെ സ്വാമിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജ്യോത്സ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വാസമുള്ളവർ വിശ്വസിക്കാം, അല്ലാത്തവർ വിശ്വസിക്കണ്ട. അപ്പൊ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.